അത് നമ്മൾ സഹകരിക്കുമ്പോൾ, നമ്മൾ കൂടുതൽ ആൾക്കാരോട് സഹകരിക്കുമ്പോഴാണ് ഈ സവിശേഷത തുറന്നു വരുന്നത്. ഈ സവിശേഷത തുറന്നു വരുമ്പോൾ നമ്മൾക്ക് തന്നെ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്, അല്ലാണ്ട് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. അതെ സാറേ, ഒരു മിനിറ്റ്. ഈ ടോപ്പിക് ഞാൻ ചോദിച്ചില്ലയോ, ഈ തടിപ്പണിക്ക് ആറേക്ക് പോകുന്നുണ്ട്. നേരത്തെ ഈ തടിപ്പണി ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ പോയത് ഈ കട നോക്കണം, ഫാം നോക്കണം, എല്ലാം കൂടി നോക്കിയിട്ട് 400 രൂപ പുറകെ സംബന്ധിച്ച് ഞാൻ പോയത്. ഇവിടെ എംപ്ലോയർ ആരും ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, ഈ 400 രൂപ പുറകെ സംബന്ധിച്ച് പോയത് സമ്മതിക്കുമോ? ഒരു ദിവസത്ത് സമ്മതിക്കുമോ രാജേ? നമ്മളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം രാജ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടാ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഒന്ന് രാജ ശ്രദ്ധിക്കൽമേരെ. നമ്മളുടെ ആ സവിശേഷത നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അനായാസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ വ്യവസ്ഥയെ നമ്മുടെ ശ്രദ്ധയിൽ കാണാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകുന്ന ഭാഗം അറിയാണ്ട് പോകുന്നത്. നമ്മൾ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു, മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തു, അവർ കാരണം എൻ്റെ ജീവിതം തൊലഞ്ഞു പോകുന്നു എന്നൊക്കെ പറയേണ്ടി വരുന്നത് നമ്മളാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ജീവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം പോലും നമ്മുടെ ശ്രദ്ധയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ആ ജീവൻ്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ ഉണരുമ്പോൾ പിന്നെ നമ്മൾക്ക് ഭയങ്കര ആശ്വാസമാണ്. കാരണം നമ്മളെന്തെങ്കിലും ചെയ്തിട്ടോ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തിട്ടോ അല്ല നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ സവിശേഷതയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ഉണർവ് തരുന്നത്. അത് നിത്യമാണ്, അതിലൊരിക്കലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകത്തില്ല. അതാണ് ജീവിതത്തിൻ്റെ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസം. വളരെ അടിവരയിട്ട് ഉറപ്പുള്ള ആശ്വാസമാണ്. പക്ഷെ മറ്റുള്ളവരുടെ പ്രവൃത്തി കണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ അത് മുന്നോട്ട് പോകത്തില്ല. അതിലൊരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സവിശേഷത പോലും നമ്മുടെ ശ്രദ്ധയിൽ വരത്തുമില്ല. അതുകൊണ്ട് നമ്മളിത് എത്ര പേര് അറിഞ്ഞു എന്നുള്ളൊരു ഭാഗമൊന്നും ആവശ്യമില്ല. നമ്മൾ എത്രത്തോളം നന്നായിട്ട് അറിയുന്നുണ്ടോ, നമ്മളിൽ എത്രത്തോളം ഇത് തെളിഞ്ഞു വരുന്നുണ്ടോ, ആ തെളിച്ചം വർദ്ധിച്ചു വരുമ്പോൾ അതിനനുസരിച്ച് അത് എവിടെയൊക്കെ ചെല്ലണമോ, ആർക്കെല്ലാം പകർന്നു കൊടുക്കണമോ അവിടെയെല്ലാം അത് സംഭവിച്ചോളൂ. ഇതൊരിക്കലും ബലം പിടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് കൈമാറ്റം ചെയ്യപ്പെടത്തില്ല. അതിൻ്റേതായിട്ടുള്ളൊരു സൗഭാഗ്യതയുണ്ട്. ആ സൗഭാഗ്യതയിലൂടെ മാത്രമേ ജന്മത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സവിശേഷത പകർന്നു ചെല്ലത്തുള്ളൂ. അതിൻ്റെ അർഹതയില്ലാത്ത ആരുടെ കയ്യിലോട്ടും ഇത് ചെല്ലത്തില്ല. അർഹതയുള്ളവർക്ക് മാത്രമേ ആ ജന്മത്തിൻ്റെ സവിശേഷത അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അത് സ്കൂളിലും കോളേജിലും പോയി പഠിക്കുന്ന പോലെ അല്ല. ജീവിതമെന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മളുടെ പ്രവർത്തനത്തിൽ സത്യസന്ധത ഉള്ളവന് മാത്രമേ അത് അർഹമാകത്തുള്ളൂ. അത് നമ്മൾ വിചാരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇതങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ അത് സംഭവിക്കത്തില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരു കാരണവശാലും ഈ അവസ്ഥ അവസരമാകാനുള്ള യാതൊരു സാധ്യതയും ചിലപ്പോൾ ഉണ്ടാകത്തില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരുടെ ഭാഗത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഈ നന്മ പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും തോറും നമ്മളിൽ ഈ നന്മ ശോഷിച്ചു പോകും. അർഹതപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം തനിയെ തുറന്നു വരികയും ചെയ്യും. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട. നമ്മളെ ചിലപ്പോൾ വളരെ പ്രിയത്തോട് നോക്കിയിട്ടുള്ളവരുടെ ഭാഗത്തോട്ട് ഈ അനുഭവ തലങ്ങൾ പങ്കുവെക്കാനുള്ളൊരു സാധ്യത ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ചിലപ്പോൾ മാതാപിതാക്കളോട് നമുക്കിതൊരു അംശം പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളുടെ കൂട്ടത്തിൽ നമ്മളെ വളരെ വ്യക്തമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യയോടോ ഭർത്താവിനോടോ ചിലപ്പോൾ മക്കളോടോ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അവരിത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാകുന്നൊരു ഭാഗമല്ല. അത് അനുഭവിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ശുദ്ധി കൊണ്ട് മാത്രം അറിയാവുന്നതാണ്. അവിടെ ജീവിതത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ പ്രവൃത്തി വൃത്തിയായിട്ട് കൊണ്ടുപോകുന്നു,
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ കളക്ടർ ഓഫീസിലായിരിക്കും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും, പക്ഷെ അതൊന്നും ഇവിടെ വിഷയമല്ല. അതൊന്നും ഇവിടെ ഉയർന്ന തലമായിട്ട് കാണുന്നില്ല. ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരുപോലെ തന്നെയാണ്. പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് എത്രത്തോളം സത്യസന്ധമായിട്ട് അത് അനുഭവിക്കുന്നുണ്ടോ അവിടെയാണ് ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് കാരണമാകുന്നത്. അണ്ട് തൊഴിൽ കൊണ്ടല്ല, തൊഴിൽ ഏതും ആകാം, പക്ഷെ സത്യസന്ധത ഒന്നേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാവില്ലെങ്കിൽ താപ്പോട്ടിട്ട് മതി. അപ്പം നമ്മളെ തൊഴിലല്ല തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടണോ വേണ്ടെന്ന്. നമ്മളെ അതില്ല. ഞാൻ ഈ വെളിയിലോട്ട് ഇറങ്ങി, ഞാൻ ആളയൻകാര, ഞാൻ നേപ്പാളിയാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഉണ്ട്. ഞാൻ ഇപ്രാവശ്യം ഈ വേറെ രാജ്യ കറങ്ങാൻ ഇറങ്ങിയത് 2003 ഞാൻ ആദ്യം ബാംഗ്ലൂരിൽ താമസിച്ച്, പിന്നെ 2005 ഞാൻ ഡൽഹിയിലുള്ളായിരുന്നു. 2008 കേരളത്തിൽ വന്നായിരുന്നു. 2013 വീണ്ടും കേരളയിൽ വന്നു. ഇതുപോലത്തെ ആൾ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എന്റെ നാട്ടിൽ പോകാനെങ്കിൽ ഒരാളിനെ തെറ്റ് പറയാമെങ്കിൽ, ഒരാൾ കുറ്റം ചെയ്താണെങ്കിൽ എല്ലാവരുടെയും കുറ്റം വരും. ആണോ? ഇപ്പൊ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുമ്പോഴേ അതാ എനിക്ക് വിഷമമുണ്ട് രാജേ. പക്ഷെ നമ്മളെ ഈ ക്ലബ് ഹൗസ് ഞാൻ കഴിയുമ്പോൾ ഞാൻ രാജനെ വിളിക്കാം. ഞാൻ രാജനെ വിളിക്കാം. രാജിൻ്റെ ഫോണിൽ വാട്സാപ്പ് കോൾ ഉണ്ടോ? വാട്സാപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. എന്തോ? അപ്പോൾ ഞാൻ വാട്സാപ്പിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്യണ്ട. എന്താ? അതെ, ഇപ്പോൾ വീഡിയോ കോൾ ചെയ്ത് കണ്ട് നമുക്ക് സംസാരിക്കാം. വിശദമായിട്ട് സംസാരിക്കാം. എന്തോ? അല്ല, ഞാൻ രാജ്യമായിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ രാജ്യമായിട്ട് സംസാരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞോളൂ, എല്ലാം വേറെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് രാജ്യമായിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ രാജിനെ വിളിക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലബ് ഹൗസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഓക്കെ. അപ്പോൾ നമ്മളുടെ അനുഭവം, നമ്മളുടെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഇപ്രകാരമുള്ളൊരു വ്യവസ്ഥ അവിടെ രൂപം കൊണ്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. നമ്മൾക്കിത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? എത്രത്തോളം നമ്മൾക്ക് നമ്മളെ അനുഭവിക്കാൻ പറ്റുന്നു? ആ നമ്മളെ അനുഭവിക്കുക എന്ന് പറയുന്നത് അതാണ്. അല്ലാണ്ട് ഭക്ഷണം കഴിക്കുക, മദ്യപിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെയ്യുക, അതല്ല അനുഭവം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന അനുഭവമല്ല, കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന അനുഭവമല്ല, മറ്റുള്ള ഏത് പ്രവൃത്തി ബാഹ്യമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ല അനുഭവം എന്ന് പറയുന്നത്. നിരന്തരമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് കിട്ടുന്ന അനുഭവം. ആ അനുഭവത്തെ ഒരിക്കലും ആർക്കും തകർക്കാനോ തുടച്ചു മാറ്റാനോ സാധിക്കത്തില്ല. അതാണ് ജീവിതത്തിൻ്റെ ഭാഗം. അത് നമ്മൾ പരസ്പരം സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുമ്പോഴൊന്നും ഈ നിരന്തരമായിട്ടുള്ള ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിലുള്ള അനുഭവം ഒരിക്കലും ഒരു കോട്ടം വരത്തില്ല. അത് തെളിച്ചു കൊണ്ടുവരണം നമ്മുടെ ശ്രദ്ധയിൽ. അത് തെളിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നില്ല. ആ തെളിച്ചമാണ് നമ്മുടെ ജീവിതം. അല്ലാണ്ട് നമ്മൾ ബാഹ്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് കിട്ടുന്ന ചില അനുഭവങ്ങളുണ്ട്, നൈമിഷികമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ആ നൈമിഷികമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് വേണ്ടതാണ്, ശരീരത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള അവസ്ഥക്ക് വേണ്ടതാണ്, അതിനെ നിഷേധിക്കരുതും. പക്ഷേ അതുകൊണ്ട് ജീവിതമാകുന്നില്ല എന്നുള്ളൊരു ബോധ്യവും വേണം. ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗത്തിന് കോട്ടം വരുത്താതിരിക്കാൻ ബാഹ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളും അനിവാര്യമാണ്. ഇത് തമ്മിൽ പറയും. ബാഹ്യമായ ഒരു ആക്ടിവിറ്റി നമ്മൾ എടുക്കുമ്പോഴും അതും വേണമെങ്കിൽ
ഈ അനുഭവത്തിന് വേണ്ടി ചെയ്ത ആക്ടിവിറ്റി തെരഞ്ഞെടുത്തിട്ട് ആന്തരിക അനുഭവം അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യാല്ല. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ക്ലബ് ഹൗസിൽ സംസാരിക്കുന്നു, അത് ബാഹ്യമായിട്ടുള്ള ഒരു അനുഭവ തലമാണ്. പക്ഷെ അത് ആന്തരികമായിട്ടുള്ള അനുഭവത്തിൻ്റെ വിശേഷാലുള്ള അനുഭവമായിരിക്കണം ഇത്. ആന്തരികമായിട്ടുള്ള അനുഭവത്തിൻ്റെ വിശേഷണത്തിന് യാതൊരു കാരണവശാലും കോട്ടം വരുന്നതോ ഭംഗം വരുന്നതോ ആകാൻ പാടില്ല ബാഹ്യമായിട്ടുള്ള പ്രവൃത്തി. അപ്പോൾ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആന്തരിക പ്രവർത്തനത്തിൻ്റെ സവിശേഷതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രവൃത്തിയും ബാഹ്യമായിട്ട് ചെയ്യാൻ പാടില്ല. ഇത് വളരെ വ്യക്തമായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ കഴിക്കുന്ന ഭക്ഷണം ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തെ അനുഭവിക്കുന്നിടത്ത് തടസ്സപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കസേരയിൽ ഇരിക്കുമ്പോൾ, നമ്മുടെ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ കാല് താഴ്ത്തിട്ടേ ഇരിക്കുന്നത് അല്ലേ? ഈ കാല് താഴ്ത്തിട്ടിരിക്കുമ്പോൾ സത്യത്തിൽ ശരീരത്തിൽ രക്തോട്ടത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. കാല് താഴ്ത്തിട്ടിരിക്കുമ്പോൾ ശരീരത്തിൽ രക്തോട്ടത്തിന് ഭയങ്കര പ്രശ്നമാണ്. കാല് നമ്മൾ എപ്പോഴും പൊക്കി വെക്കണം, അതല്ല നിലത്തിരിക്കണം. ഞാനിപ്പോ എന്റെ ശരീരത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോഴേ, ഇപ്പൊ ഇരിക്കുമ്പോഴോ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോ ചിലപ്പോ കാല് തന്നെത്താനെ